തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം 6 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ മുന്നണികളും പാർട്ടികളും അവസാനഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ്. അവസാന ദിനങ്ങളിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. ഇന്നലെ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് ചെന്നൈയിൽ പര്യടനം നടത്തി. നാഗർകോവിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് നാമക്കല്ലിലും പെരുമ്പലൂരിലും പര്യടനം നടത്തും. രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസം തമിഴ്നാട്ടിലെത്താൻ സാധ്യതയുണ്ട്. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ് മൂർത്തി, വലിയ ആവേശമാണ്. ഇന്നലെ പ്രധാനമന്ത്രി എത്തി ആളുകളെ ഇളക്കി മറിച്ചിരുന്നു നാഗർകോവിലിൽ. വിജയുടെ പര്യടനവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുകയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എന്തൊക്കെയാണ്? അമൃത, ഇന്നിപ്പോൾ പ്രധാനം TVKയുടെ ഈ പറഞ്ഞ പ്രകടന പത്രിക പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിജയ് പ്രസംഗത്തിനിടെ പലയിടങ്ങളിലും പോകുമ്പോൾ പ്രസംഗത്തിനിടെ പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. എന്തായാലും അതിപ്പോൾ ഒരു പ്രകടന പത്രികയായി ഇന്നിപ്പോൾ പുറത്തിറങ്ങും, പൂർണ്ണമായ രൂപത്തിൽ പുറത്തിറങ്ങും എന്നുള്ളതാണ്. അത് വൈകിട്ട് 3 മണിക്കാണ്, ചെന്നൈയിൽ വെച്ചാണ് വിജയ് തന്നെയാവും അത് പുറത്തിറക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കാണ് ഇനിയിപ്പോൾ നേതാക്കളെല്ലാം തന്നെ വരുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നിപ്പോൾ നാമക്കലിലും പെരമ്പലൂരിലുമാണ് പ്രചാരണം നടത്തുന്നത്. എടപ്പാടി പളനിസ്വാമി ആണെങ്കിലും ഈ മധ്യ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണ പരിപാടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും എം കനിമൊഴി MP ആണെങ്കിലും ഒക്കെ ഏകദേശം ചെന്നൈക്ക് അടുത്തുള്ള മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി 6 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള പ്രചാരണത്തിലേക്കായിരിക്കും എല്ലാ മുന്നണികളും എത്തുക. ഇന്നലെ ഇപ്പോൾ വിജയ് വന്ന പര്യടനം നടത്തുകയും ചെയ്യുന്നു. വലിയ ജനപങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഇന്നത്തെ പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് TVKയുടെ ഈ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങ് തന്നെയാണ്. അത് വൈകുന്നേരം 3 മണിക്ക് ചെന്നൈയിൽ വെച്ചാണ് വിജയ് അത് പുറത്തിറക്കുകയും ചെയ്യുക. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.